നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളായാലും നമുക്ക് ഈ ഒരു ട്രെൻഡ്, നിഫ്റ്റി ട്രെൻഡ് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ ആയാലും കറണ്ട് ഒരു സിറ്റുവേഷൻ, കറണ്ട് ഒരു സെന്റിമെന്റ്, ഇതൊരു 5 മിനിറ്റ് ഗ്രാഫാണ്. കറണ്ട് സെന്റിമെന്റ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിയിലും ലോങ് ടൈമിൽ റിവേഴ്സ് ആണ്, നെഗറ്റീവിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റി ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റി വീക്ക്നെസ് ആണ്, താഴത്തേക്ക് കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ മാർക്കറ്റിൽ ഒരു വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബൗൺസ് പ്രതീക്ഷിക്കാം എന്ന് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ നിഫ്റ്റിയുടെ കറന്റ് സെന്റിമെന്റിൽ സ്റ്റിൽ നെഗറ്റീവ് ആണ്. നിഫ്റ്റി ആയാലും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെയായാലും ഒരു ക്ലോസിംഗ് വരുന്നത് 21,982 ഇവിടെ റോങ് ആയിട്ടാണ് കാണിക്കുന്നത്. 22,042 അല്ല. നിഫ്റ്റിയുടെ ക്ലോസിങ് ഇവിടെയാണ് 21,982 ഇവിടെയാണ്. താഴത്ത് വന്നിട്ടാണ് ആ ഒരു ക്ലോസിങ് നടത്തിയിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റി ആയാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് സംഭവിച്ച് ശ്രദ്ധിക്കുക. എപ്പോഴും ഓരോ ദിവസം പറയുന്ന ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും തൊട്ടടുത്ത് നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുമ്പോൾ അത് മാർക്കറ്റിനൊരു മൊമെന്റം, ആ ഒരു റേഞ്ചിൽ മൊമെന്റത്തിനാണ് ഒരു സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ വളരെ ക്വിക്കായിട്ടുള്ള രീതിയിൽ ആക്ട് ചെയ്താൽ മാത്രമാണ് ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഒന്ന് നോക്കുക. ഇതാണ് രാവിലത്തെ ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഓപ്പണിംഗ് നെഗറ്റീവായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത് 21,905 സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെയാണ് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. ഒരു കാരണവശാലും നിഫ്റ്റി 21,945 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നടത്തിയിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് നടത്തിയാൽ മാത്രമാണ് ആ ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാന്നാണ് പറഞ്ഞത്. റൈറ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു ബൗൺസ് മാർക്കറ്റിൽ നടത്തി അതിന് ശേഷം ഹയർ ലെവലിലേക്ക് പോയി. നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ഓരോ ഹൈയിലും ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. റെസിസ്റ്റൻസ് എത്തുന്ന കാട്ടി മുൻപ് തന്നെ ആ ഒരു ഫാൾ ആക്റ്റീവായി. 22,035 നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞത്. പക്ഷെ 22,022 അടുത്ത് നിന്ന് തന്നെ ഫാള് നിഫ്റ്റിയിൽ വന്നു. നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും നിഫ്റ്റിയിലായാലും നമ്മൾ അടുത്തൊരു സപ്പോർട്ട് പറഞ്ഞ് ശ്രദ്ധിക്കാം, 21,855. അപ്പോൾ നിഫ്റ്റിയിലും വന്നിരിക്കുന്ന ഒരു ലോ 21,860. 855 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ടിൽ അപ്പൊ എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും നമ്മളൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും സപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത്. നിഫ്റ്റി ആയാലും സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിയിലെ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവല് ഇനി 21,800 അടുത്താണ്. അപ്പൊ 800 അടുത്ത് നിന്നാണ് നിഫ്റ്റിക്ക് ഒരു ബൗൺസിന് സാധ്യത. പക്ഷെ അതൊരു ബൈ അല്ല, ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു താൽക്കാലികമായിട്ടൊരു ബൗൺസ് ആണ്. പക്ഷെ നിഫ്റ്റിന്ന് 21,855 സപ്പോർട്ടിൽ നിന്നാണ് ബൗൺസ് ചെയ്തിരുന്നത്. അതിനുശേഷം 21,905 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു ബൗൺസ് നടത്തിയായിരുന്നു. എന്നിരുന്നാലും ഹയർ ലെവലിൽ നിന്ന് ആ ഒരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. കുറച്ചൊരു മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു സൈഡ്വേസ് ഒരു മൊമെന്റ് ആയിരുന്നു മാർക്കറ്റിൽ നിന്നിരുന്നത്. വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു, ഹെവി വോളറ്റാലിറ്റി ആയിരുന്നു. ഓപ്ഷൻസിലൊക്കെ ഹെവി വോളറ്റാലിറ്റി ആയിരുന്നു. അവസാനത്തെ സെക്ഷനിൽ ഒരു ബൗൺസ് നടത്തിയെങ്കിലും ക്ലോസിങ് താഴെ വന്ന് ഒരു ക്ലോസിങ് നടത്തി. നിഫ്റ്റിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റിൽ നെഗറ്റീവ് ആണ്. പക്ഷെ ബൈർ ഓപ്പർച്യൂണിറ്റി സപ്പോർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക, റെസിസ്റ്റൻസിന്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ട്രെൻഡ് നെഗറ്റീവ് ആയാലും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറയാറില്ല. കാരണം ഇത് വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ബൈർ ഓപ്പർച്യൂണിറ്റി വർക്കൗട്ട് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറയുന്നത്. ബൈർ ഓപ്പർച്യൂണിറ്റിയും കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം, ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അത് മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റിയിൽ മാത്രമാണ്. പക്ഷെ ലോങ് ടൈം വ്യൂ എപ്പോഴും മനസ്സിലാക്കുന്ന ലോങ് ടൈം വ്യൂ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഫാള് ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വലിയൊരു ഫാള് എക്സ്പെക്ട് ചെയ്യണം. ഒരു 500-600 പോയിന്റിന്റെ ആ ഒരു റേഞ്ചിലേക്ക്, 21,500 റേഞ്ചിന്റെ അടുത്തേക്ക് നിഫ്റ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റി ആയാലും ഇനി മാനേജ് ചെയ്യുമ്പോൾ അപ്പോൾ വരും ദിവസങ്ങളായാലും സപ്പോർട്ട് നമുക്ക് നോക്കാം.
22,100 തൊട്ട് താഴെയാണ് ആ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ഹയർ ലെവലിലെ സ്ട്രോങ് റെസിസ്റ്റൻസ് 22,100 പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 22,035 ഇത് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഇവിടെയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് 21,950. അപ്പോൾ ക്ലോസിംഗ് നടത്തിയതിന് ശേഷം ഇവിടെ 950 സപ്പോർട്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, 950 ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ചെറിയ ടൈമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ 950 താഴത്തേക്ക് നിലനിർത്തിയ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സാധ്യത. ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 22,030 അടുത്ത് നിന്ന് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് സേഫ് ആണ്. 21,950 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അതുപോലെ തന്നെ 21,950 താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 21,860 950 താഴെ അടുത്ത സപ്പോർട്ട് 21,860 810 860 എന്ന് പറയുന്നത് 810 കുറച്ചൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 810 ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ലെവലിൽ അഗ്രസീവ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ യൂട്ടിലൈസ്, കാരണം ബൗൺസ് ചെയ്യുന്നുണ്ടോ നോക്കുക. ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ 810 ഹോൾഡ് ചെയ്ത് 860 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. ഈ ഒരു ഏരിയ ബൗൺസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ 810 സപ്പോർട്ട് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 720 21,600 ടെസ്റ്റ് ചെയ്യും, ക്വിക്കായി ടെസ്റ്റ് ചെയ്യും 800 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ 860 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ അല്ലെങ്കിൽ 810 സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത റെസിസ്റ്റൻസ് 21,950 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട് സെല്ലിനാണ് സാധ്യത. 22,035 താഴെ നിലനിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കാണുന്ന യൂട്ടിലൈസ് ചെയ്യാം. 22,035 മുകളിലാണെങ്കിൽ ചെറിയ ടൈമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, യൂസ് ചെയ്യണം. ഇതിന്റെ ഒരു മുകളിലായാലും 22,100 തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ 22,100 എത്തുമ്പോഴേക്കും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇതിന്റെ ഒരു മുകളിലാണെങ്കിൽ 22,035 താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പോൾ അതുപോലെ ഒരു ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒക്കെ ഇന്നത്തേക്ക് ഒരു മൊമെന്റം എക്സാക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഇന്നത്തെ മാർക്കിന്റെ വർക്കിംഗ് നോക്കുക. ഇന്നലെ നൽകിയിരിക്കുന്ന സപ്പോർട്ട് 45,790 ഇന്നത്തെ ഒരു ഓപ്പണിംഗ് കാലിൽ ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് കാലിൽ 45,790 ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞറിയാൻ സാധിക്കുക 790 താഴത്തേക്ക്, അതായത് 45,790 താഴത്തേക്ക് ഒരു ക്യാനില് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. റെസിസ്റ്റൻസ് ഇപ്പൊ നിങ്ങളൊരു ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിലനിർത്തിയിരുന്നത്. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുള്ള ഒരു ബൗൺസ് ആയിരുന്നു. അതിനുശേഷം ഹയർ ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതിനുശേഷം ബൗൺസ് ചെയ്ത് നോക്കുക. എപ്പോഴും ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അത് കിട്ടിയാലും പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു വർക്കിംഗ് നോക്കുക. 45,680 ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്. അപ്പൊ അതിന്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. 45,680 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൈ ക്യാൻഡിലാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാമർ ക്യാൻഡിലാണ്. ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റിൽ ഒരു ബൗൺസ് നടത്തിയത്. 45,790 മുകളിലേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു ബൈ മൊമെന്റ് ആണ്. അപ്പൊ എപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ബൈ സെന്റിമെന്റിലായിരിക്കും. പക്ഷെ ട്രെൻഡ് നെഗറ്റീവ് ആയിരുന്നാലും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നത്, ബാങ്ക് നിഫ്റ്റിയുടെ ഇനി ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവല് 45,600 അടുത്താണ്. ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്നത് 45,660 അടുത്ത് നിന്നാണ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഷോർട്ട് കവറിങ് വരാനുള്ള ഒരു സാധ്യതയൊക്കെയുള്ള ഒരു ഏരിയ ആണ്. അതായത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പൊ വരും ദിവസങ്ങളിലായാലും ഇനി 45,600 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആവും, വലിയ പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ക്ലോസിങ് ഇവിടെ കാണിക്കുന്നത് 46,277 ഇത് റോങ് ആണ്. ഈ ഒരു ക്ലോസിങ് കാണിക്കുന്നത് ഇപ്പൊ ക്ലോസിങ്ങിന്റെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ, അതായത് 46,120 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ക്യാൻഡിലും കൂടി ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് വേണം നെക്സ്റ്റ് ഡേയിൽ ട്രേഡിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ. കാരണം ആ ഒരു ക്ലോസിങ് വന്നിരിക്കുന്നത് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആണ്.
ഇങ്ങനെ ഒരു ക്യാനലും ഈ ഒരു ക്യാനലല്ല, ഇങ്ങനെ ഒരു ക്യാനലാണ് ലാസ്റ്റ് ക്ലോസിംഗിന് വന്നിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിലായാലും ഇങ്ങനെ തന്നെയാണ്. 21,980 അടുത്തേക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും 46,250 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിയുടെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 250 മുകളിലാണെങ്കിൽ 250 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 46,400 ടെസ്റ്റ് ചെയ്യേണ്ടത് നോക്കുക. അത് കഴിഞ്ഞാൽ 600ആണ്. 46,400ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. 250 താഴെ വീക്ക്നെസ് ആണ്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ സാധ്യത. അതിനുശേഷമായാലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഈ ഒരു ലെവലിൽ വേറെ സപ്പോർട്ടുകൾ കാണാനില്ല. 45,650 600 എന്ന് പറയുന്ന റേഞ്ച് ലോവർ ലെവല്, ഹയർ ലെവൽ ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ടും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. ഈ റേഞ്ചിന്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സൈറ്റായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ വീഡിയോസിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.